നമസ്കാരം. അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം അമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഓം ക്രീം കാളി എന്നോ അറിയാവുന്ന മറ്റ് നാമങ്ങളോ രേഖപ്പെടുത്തുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മുൻപ് ചെയ്തു പോയിട്ടുള്ളതായ ചില കാര്യങ്ങൾ അത് തെറ്റായ കാര്യങ്ങളാകാം. അതിൻ്റെതായ കർമ്മഫലമോ അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്തു പോയതായ തെറ്റുകളാലുള്ള കർമ്മഫലത്താലോ പലവിധ വിഷമങ്ങൾ നേരിടുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ചില വിഷമകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും നിങ്ങളെ വേട്ടയാടുന്നതായ സാഹചര്യം, എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം പോലും നിങ്ങൾക്ക് അറിയാത്തതായ സാഹചര്യം, അത്തരത്തിൽ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, അത്തരം സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലമോ നിങ്ങളിലേക്ക് കൊണ്ടുവരും, അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് അമ്മ നിങ്ങൾക്ക് നൽകുക. സാമ്പത്തികപരമായ കാര്യങ്ങളിലും ഇത്തരം ചില വിഷമതകളുണ്ട് എങ്കിലും ചില സഹായങ്ങളോ അല്ലെങ്കിൽ അനുകൂലമാകാവുന്നതായ സമയമോ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാൽ പോരാ മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കണം എന്ന ചിന്ത ഉള്ളതിനാൽ തന്നെ പലവിധ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ കാണുന്നു. മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ട് നടക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളുമല്ല, ചിലതെങ്കിലും മറ്റൊരു വ്യക്തിയോട് പറയുകയാണ് എങ്കിൽ അല്പം ആശ്വാസം ലഭിക്കും എന്ന ചിന്ത തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ആരോട് പറയണം എന്ന കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് സംശയമുള്ള കാര്യമാണ്. ആര് ഒപ്പം നിൽക്കും, ആര് ചതിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. ഇതിൽ ഒരല്പമെങ്കിലും മാറ്റങ്ങൾ, അതായത് ചില വ്യക്തികളെ മനസ്സിലാക്കുവാനും അവരെ കൃത്യമായി മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം അമ്മ മഹാമായ മൂലം ജീവിതത്തിലേക്ക് വന്നു ചേരാം. തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ട്. ആ തെറ്റിദ്ധാരണകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരോട് പറയുക, തുറന്ന് പറയുക എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണകൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യം പറയുമ്പോഴും വ്യക്തമായി തന്നെ പറയുവാൻ നിങ്ങൾ ശ്രമിക്കണം. സംസാരത്തിൽ അത്രമേൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും പണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിങ്ങൾക്ക് അനായാസം നടത്തിയെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു.
ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ നേരിടേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ ആ കാര്യം ഫേസ് ചെയ്ത് വേണം മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്നൊരു സാഹചര്യം നിങ്ങളിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ നേരിടുവാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആ ധൈര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ്. വളരെയധികം കോൺഫിഡൻസ് പല കാര്യങ്ങളിലും കടന്നു വരുന്ന സമയമാണ്. എവിടെയും ജയിക്കുവാൻ അഭിമാനത്തോടെ തന്നെ തലയുയർത്തി നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്നതായ ആ വിഷമതകൾ, അത്തരം മാനഹാനികൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ സമയമാണ്. നിങ്ങൾക്ക് ജയിച്ചേ തീരൂ എന്ന് വിചാരിക്കുന്നതായ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പുതിയ റിലേഷന് മുൻപിൽ വന്ന് എന്ത് ചെയ്യണം, അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കില്ല. പല കാര്യങ്ങളിലും സംശയമുണ്ട്, അല്ലെങ്കിൽ എപ്രകാരം ഏത് വ്യക്തിയെ വിശ്വസിക്കണം എന്നറിയാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് വന്നു ചേരും. അത് ചെയ്യുന്നതായ കർമ്മവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങളെ കുറിച്ചാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാം. ചില തെറ്റിദ്ധാരണകൾ അത് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോവുകയും, അല്ലെങ്കിൽ തെറ്റാണ് എന്ന് വിചാരിച്ചതായ കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരുത്തി അത് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കാം. ജീവിതത്തിൽ ഒരു ബാലൻസ് നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യം വന്നു ചേരാം. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും, അതായത് വിട്ടുപോയ പല വ്യക്തികളും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പുതിയ തുടക്കം പോലും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തുടക്കം കാണുവാനായി സാധിക്കുന്നു. ചില ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഭാവിയിലേക്ക് ഏതോ ഒരു കാര്യം തുടങ്ങി വയ്ക്കുന്നതായ സാഹചര്യം ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന പലവിധ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നഷ്ടബോധമുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വിഷമങ്ങളുണ്ട് എങ്കിലും, നിങ്ങൾക്ക് ഭാവിയിൽ അത്തരം കാര്യങ്ങളെ അതിജീവിക്കുവാനും ഒരു മാറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും അത് പ്രകടമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം. അകൽച്ച പല കാര്യങ്ങളിലും സംഭവിച്ചു എന്ന് വരാം. കടം, അങ്ങനെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ പോലും അത് താൽക്കാലികമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ദോഷകരമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അത് മറികടക്കുവാനുള്ള എനർജി തന്നെയാണ് അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുക. വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പൊതുവെ സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സമയം തന്നെയാണ്. ഫാമിലിയുമായി ബന്ധപ്പെട്ട് സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ വിജയം നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നന്മ മനസ്സിലാക്കി അത് നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ കാര്യം മാറ്റിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതായ എനർജി,
അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം ഉണ്ടായതായ ദോഷകരമായ കാര്യങ്ങളുടെ വിഷമതകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളെയും കാണുവാൻ സാധിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പല കാര്യങ്ങളും മുൻകൂട്ടി കാണുവാൻ സാധിക്കുകയും ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും അനുകൂലമായതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് ശാന്തമായി നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും തലയിൽ എടുത്തു വയ്ക്കാതെ ഇരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം തന്നെയാണ്. അമ്മ മഹാമായ നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിന് കാലതാമസമില്ല എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അമ്മ നൽകുന്ന പോസിറ്റീവായ ആ എനർജിയെ നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക.